എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കണത് ചിക്കൻ ഗ്രിൽഡ് ചെയ്യണ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യണമെന്ന്. അപ്പോൾ അതേ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് കേട്ടോ ചിക്കൻ മസാല തേച്ച് വെച്ചേക്കണം. ഫസ്റ്റത്തത് ഇതാണ് കണ്ട. ഞാൻ ജസ്റ്റ് ഇതൊന്നും പൊക്കി കാണിച്ചു തരാം. ഇതിങ്ങനെ മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഇത് കണ്ട 2 പീസാണ്. ഈ രീതിയിൽ ഞാൻ മസാല തേച്ചേക്കണത് 2 പീസ്. ഇനി വേറൊരു രീതിയിൽ ഞാൻ മസാല തേച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതെങ്ങനെയാണ് മസാല തേച്ചതെന്ന് ഞാൻ പറയാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പുതിനയില, കുറച്ച് തൈര്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കസൂരി മേത്തിയും മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തന്തൂരി ചിക്കൻ്റെ മസാലയും ചേർത്തായിരുന്നു. എന്നിട്ട് ഞാനിത് നന്നായിട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ, എന്നാലേ ഇത് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാനിത് ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. ഇത് ഞാൻ അഫ്ഗാൻ ചിക്കൻ മോഡലിലാണ് കേട്ടോ മസാല തേച്ചേക്കണത്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ചധികം നട്ട്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. നട്ട്സ്, പിന്നെ തൈര്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിത് തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യണില്ല. ഇത് പക്ഷേങ്കിൽ ഞാൻ ഇതിൻ്റെ നാളെ ഞാനിത് എടുക്കുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ വീഡിയോ കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യണ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏത് രീതിയിലൂടെ ഗ്രില്ല് ചെയ്യണമെന്നുണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ. ഗ്യാസിൽ പാനിലിട്ടിട്ട് ഗ്രില്ല് ചെയ്യണോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ താഴെയായിട്ടേ ഇങ്ങനെ ഗ്രില്ല് ചെയ്യണ ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴെ ഈ ഒരു ഓപ്ഷൻ കണ്ട ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ഇതിൽ ചെയ്യണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, എങ്ങനെയായിരിക്കും എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യൂലേ, അല്ല ഈ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കൂലേ സാൻഡ്വിച്ചിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യണോ എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാട്ടെ. ഞാൻ ആ സാധനം കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ സാധനമാണ് ഇത്. ഇങ്ങനെ വയറാകെ ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ പരത്തിയിടാൻ പറ്റും കണ്ടോ. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലിങ്ങനെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ആകെ കൺഫ്യൂഷനിലാണ് ഏതിൽ ഗ്രില്ല് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സമയം കളയണ്ട, വേഗം തന്നെ ഗ്രില്ലിങ് പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. നമ്മളപ്പോൾ ഈ മെഷീനിൽ തന്നെയാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇത് വാങ്ങിയത് തന്നെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇത് കറണ്ടിലാണ് പ്രവർത്തിക്കണത്. അപ്പോൾ അതേ നമ്മളിത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മളൊരു പാത്രത്തിലേക്ക് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കണ മോഡലൊന്നും അല്ല കേട്ടോ, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതേ നമ്മൾ മൊത്തത്തിൽ ഇട്ടാണ് ഓയിൽ പറ്റണത്. ശരിക്കും ഒരു സൈഡിൽ മാത്രം ഇപ്പോൾ ചിക്കൻ ഇടണുള്ളൂ. 2 പീസാണ് കേട്ടോ ഇപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഫ്ലേവറിൽ നിന്ന് ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2ൻ്റെയും ടേസ്റ്റ് അറിയാമല്ലോ അങ്ങനെ. അപ്പോൾ ഇത് കുറേ നേരം നമ്മളിതിങ്ങനെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചായതുകൊണ്ടേ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ 2 മോഡലിലുള്ള ചിക്കനും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്, എന്നാലുള്ളൂ ആ ചിക്കനിൽ ആ ഒരു വരയൊക്കെ വരുള്ളൂ. പക്ഷേ നമ്മളിത് ആദ്യത്തെ തവണ ആയതുകൊണ്ടേ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് നമ്മൾ തുറന്നിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ അടുത്ത 2 പീസ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ചേഞ്ച് എങ്ങനെയാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒലിവ് ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടൊരു ട്രേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ ചെന്ന് വീഴാനായിട്ട് ആ ട്രേയിലേക്കാണ് വീഴുള്ളൂ, അല്ലാതെ താഴേക്കൊന്നും വീഴൂല. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി.
പിന്നെ ഇതിൻ്റെ ആകെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ഇതിൻ്റെ മസാല തേക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതേപോലെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ തേക്കണ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കടകളിലൊന്നും നമ്മുടെ ഫ്ലേവറിലുള്ള അൽഫാമുകൾ ബാർബിക്യൂ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, കിട്ടാറേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രില്ലിംഗ് മെഷീൻ വാങ്ങിയത്. ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ ഗ്രില്ലിംഗ് മെഷീൻ. അതുപോലെ തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്, ഗ്രൗണ്ടിലൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ വെച്ച് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, 2 ഫ്ലേവറിലായിട്ട്. ആ വൈറ്റ് കളറിലിരിക്കുന്നതാണ് കേട്ടോ അഫ്ഗാൻ ചിക്കൻ. പിന്നെ മറ്റേത് നോർമലായിട്ടുള്ളത്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ടേ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഉണ്ടാക്കി വെച്ചിട്ട് നല്ല മണവും ഉണ്ടായിരുന്നു. നല്ലതാണോ? പാത്തുവാണ് കേട്ടോ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചത് കൊണ്ടിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് റാസ്? അല്ല, ഇഷ്ടപ്പെട്ടാ? അവനെ വീഡിയോയിൽ പറയാനായിട്ട് നാണായിട്ടാണ് ആ ചിരിക്കണത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും വീട്ടിൽ നമുക്ക് ഇതൊക്കെ ഗ്രില്ലിംഗ് മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് പാനിലിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഗ്രില്ലിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടാണ് പാനിലിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പാനിലിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ അമേരിക്കയിലെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.